നമുക്കൊരു അടിപൊളി വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഒരു കപ്പ് മൈദ എടുക്കുക. ഒരു കപ്പ് മൈദ എടുക്കുന്ന 1 കിലോ കേക്കിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. തുടർന്ന് ഇവ മൂന്നും ഒരു അരിപ്പിൽ നന്നായി അരിച്ച് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഒരു ബൗൾ എടുത്ത് 1 കിലോ കേക്കിന് വേണ്ടി 6 മുട്ട പൊട്ടിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാം. ഒപ്പം എടുക്കുന്ന ബൗളിൽ ഒരല്പം പോലും വെള്ളം ഇപ്പോൾ ഉണ്ടാകാൻ പാടില്ല. കാരണം മുട്ട പതഞ്ഞു വരാൻ ഒട്ടും സാധിക്കില്ല. ഈ 6 മുട്ടയിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് മുഷിൻ്റെ വാനില എസൻസ് ആണ്. തുടർന്ന് 1 കപ്പ് മൈദ അളന്നെടുത്ത് സെയിം കപ്പിൽ 1 കപ്പ് പൊടിച്ച ഷുഗറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പതിപ്പിച്ചെടുക്കുക. പതിപ്പിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഹൈ സ്പീഡിലിട്ട് വേണം മുട്ട പതിപ്പിച്ചെടുക്കാൻ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മാവ് ഇതിലേക്ക് പതിയെ മിക്സ് ചെയ്ത് നമുക്ക് ലോ സ്പീഡിലിട്ട് ഈ മാവൊന്ന് അടിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ സ്പീഡിലിട്ട് വേണം മാവ് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് പതിയെ ഒരേ സർക്കിളിൽ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ പുരട്ടി അതിലേക്ക് മാവ് ഒഴിച്ച് കുമിളകളൊന്നും ഇല്ലാണ്ട്, അതായത് കുമിളകൾ ഒഴിവാക്കാൻ കരുതിയിട്ട് നന്നായി ഈ ട്രേ ടാപ്പ് ചെയ്യുക. തുടർന്ന് 150 ഡിഗ്രിയിൽ 45 മിനിറ്റ് കേക്ക് റെഡിയാക്കാനായിട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ സോഫ്റ്റായ നല്ല സ്പോഞ്ച് കേക്ക് റെഡിയായി കിട്ടും.